ഇസ്രായേലിന്റെ ആണവ രഹസ്യങ്ങൾ ചോർത്തിയെന്ന് ഇറാന്റെ വമ്പൻ ഭീഷണി. ഇസ്രായേലിന്റെ ദീർഘകാലം നീണ്ട ആണവ പദ്ധതികളും ആണവ പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും നിർണായകമായ വിവരങ്ങളും ചോർത്തിയെന്നാണ് ഇറാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഇറാന്റെ ഇന്റലിജൻസ് വിഭാഗം മന്ത്രിയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടിപ്പോൾ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാന്റെ ദേശീയ ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇസ്രായേലിന്റെ മുഴുവൻ ആണവ രഹസ്യങ്ങളും ഇസ്രായേലിന്റെ ആണവ പരീക്ഷണങ്ങളെ സംബന്ധിച്ച നിർണായക രേഖകളും ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞരെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും തങ്ങളുടെ പക്കലുണ്ടെന്നും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ തങ്ങൾ പരസ്യപ്പെടുത്തുകയാണെന്നും ഇറാന്റെ ഇന്റലിജൻസ് വിഭാഗം മന്ത്രി വെളിപ്പെടുത്തിയത്. എന്തായാലും ആയത്തുള്ള അലി ഖമീനി ഇതിന് പിന്നാലെ ചില നിർണായക നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ആയത്തുള്ള അലി ഖമീനിയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ പിന്നാലെ എത്തി. ഇസ്രായേലും അമേരിക്കയും ചേർന്നുള്ള ആണവ ഇടപാടുകൾ, ഇസ്രായേലും ഫ്രാൻസും ചേർന്നിട്ടുള്ള ആണവ പദ്ധതികൾ, ആണവ പരീക്ഷണങ്ങൾ, ഇവ സംബന്ധിച്ച നിർണായകമായ ചില വിവരങ്ങൾ ഞങ്ങളുടെ പക്കൽ ലഭ്യമായിട്ടുണ്ട്. അത് ഉചിതമായ സമയത്ത് ഞങ്ങൾ പ്രസിദ്ധപ്പെടുത്തും. പക്ഷേ ഇസ്രായേലിൻ്റെ ദീർഘകാല ആണവ പദ്ധതികൾ പൂർണ്ണമായും തകർക്കാനുള്ള എല്ലാ കരുത്തും ശേഷിയും ഞങ്ങളുടെ പക്കലുണ്ട്. ആ കരുത്തും ശേഷിയും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ അതിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നാണ് ആയത്തുള്ള അലി ഖമീനി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേലിൽ ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായ 189 ശാസ്ത്രജ്ഞന്മാരുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന രേഖകളിലൂടെ ഇറാൻ അവകാശപ്പെടുന്നത്. അവരെ സംബന്ധിച്ച 189 ആണവ ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ പൂർണ്ണമായും തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇസ്രായേലിൽ നിന്നുള്ള ഇന്റലിജൻസ് വിഭാഗത്തിലെ നിരവധി പേരിൽ നിന്നാണ് തങ്ങൾക്ക് ഈ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. അമേരിക്കയുമായി ചേർന്ന് ഇസ്രായേൽ നടത്തുന്ന ആണവ പരീക്ഷണങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ, ഇസ്രായേലിനുള്ളിൽ എവിടെയൊക്കെ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നു, ആണവായുധം സൂക്ഷിച്ചിട്ടുണ്ട്, ആണവ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയുണ്ട് എന്നത് സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ, ഫ്രാൻസുമായി ചേർന്ന് ഇസ്രായേൽ നടത്തുന്ന ഒരു ആണവ പദ്ധതിയെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ, ഇതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്, ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ഫ്രാൻസും ഇസ്രായേലും തിരഞ്ഞെടുത്ത പ്രദേശങ്ങൾ ഏതൊക്കെയാണ്, ഇത് സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ, ഇതൊക്കെയാണ് ഇറാൻ വെളിപ്പെടുത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, ഇറാന്റെ ഈ അവകാശവാദത്തോട് ഇതുവരെ ഒന്ന് പ്രതികരിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇറാന്റെ ഈ ഒരു അവകാശവാദം വന്ന സമയം നിങ്ങൾ ചിന്തിക്കണം. കഴിഞ്ഞ ദിവസമാണ് ഇറാൻ തകർന്നടിഞ്ഞ മിസൈൽ യൂണിറ്റുകൾ പുനർനിർമ്മിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നത്. ഇസ്രായേലിൻ്റെ ചാര ഉപഗ്രഹങ്ങൾ ഒപ്പിയെടുത്ത ദൃശ്യങ്ങളിലൂടെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക്, ഈ ഒരു കണ്ടെത്തലിലേക്ക് ഇസ്രായേൽ എത്തിയത്. ഇറാനിലെ പാർച്ചിനടക്കമുള്ള തകർക്കപ്പെട്ട, ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർക്കപ്പെട്ട മിസൈൽ നിർമ്മാണ യൂണിറ്റുകൾ ഇറാൻ പുനർനിർമ്മിക്കുന്നു. രാസായുധ മിസൈലുകൾ നിർമ്മിക്കാനുള്ള കമ്പോണൻസ്, അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ അവർ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു. ഈ പാർച്ചിനടക്കമുള്ള നിരവധി മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയുള്ള ശ്രമം, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ശ്രമം ഇറാൻ നടത്തുന്നു. ഇതാണ് ഈ ചാര ഉപഗ്രഹങ്ങളുടെ ദൃശ്യങ്ങളിലൂടെ ഇസ്രായേൽ മനസ്സിലാക്കിയത്. ഇതിന് പിന്നാലെ തന്നെ ഇറാനിലേക്ക് ഒരു ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ ആരംഭിച്ചു. ഈ ഘട്ടത്തിലാണ് ഇന്ന് പുതിയൊരു വെളിപ്പെടുത്തലുമായി ഇറാന്റെ ഇന്റലിജൻസ് വിഭാഗം മന്ത്രിയും പിന്നാലെ ആയത്തുള്ള അലി ഖമീനി രംഗത്ത് വന്നിരിക്കുന്നത്. ഇസ്രായേലിന്റെ ന്യൂക്ലിയർ പദ്ധതികൾ പൂർണ്ണമായും ഞങ്ങൾ പൊളിക്കുന്നു. ഇസ്രായേലിന്റെ ന്യൂക്ലിയർ പദ്ധതി സംബന്ധിച്ച ബ്ലൂ പ്രിന്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇസ്രായേലിൽ ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായ 189 ശാസ്ത്രജ്ഞന്മാരുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന രേഖകളിലൂടെ ഇറാൻ അവകാശപ്പെടുന്നത്. അവരെ സംബന്ധിച്ച 189 ആണവ ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ പൂർണ്ണമായും തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇസ്രായേലിൽ നിന്നുള്ള ഇന്റലിജൻസ് വിഭാഗത്തിലെ നിരവധി പേരിൽ നിന്നാണ് തങ്ങൾക്ക് ഈ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. അമേരിക്കയുമായി ചേർന്ന് ഇസ്രായേൽ നടത്തുന്ന ആണവ പരീക്ഷണങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ, ഇസ്രായേലിനുള്ളിൽ എവിടെയൊക്കെ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നു, ആണവായുധം സൂക്ഷിച്ചിട്ടുണ്ട്, ആണവ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയുണ്ട് എന്നത് സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ,
എവിടെയൊക്കെയാണോ ഇസ്രായേലിൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളുള്ളത്, ആണവായുധങ്ങളുള്ളത്, ആണവ ശാസ്ത്രജ്ഞർ ആരൊക്കെ, അവർ എന്തൊക്കെയാണ് പണിയെടുക്കുന്നത്, അവരുടെ കുടുംബാംഗങ്ങളുടെ വിശദാംശങ്ങൾ, ഇസ്രായേലും അമേരിക്കയും ചേർന്നുള്ള പരീക്ഷണങ്ങൾ, ഇസ്രായേലും ഫ്രാൻസും ചേർന്നുള്ള പരീക്ഷണങ്ങൾ, ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏത് നിമിഷവും ഈ ശൃംഖല ഞങ്ങൾ തകർക്കും, ഈ ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങളുടെ ആക്രമണം ഉണ്ടാകും. ഇതൊക്കെയാണ് ഇറാൻ ഇപ്പോൾ വീമ്പിളക്കി പറഞ്ഞു നടക്കുന്നത്. എന്തെങ്കിലും കാര്യമുള്ള സംഭവമാണോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യവുമില്ല. കാരണം ഇസ്രായേലിനെ പോലെ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ മറികടക്കാൻ ഇറാൻ എന്നല്ല അമേരിക്കയ്ക്ക് പോലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തെല്ലാം വീമ്പിളക്കലായിരുന്നു ഇറാൻ ചെയ്തത്. കഴിഞ്ഞ 2 മാസം മുൻപ് 2-3 മാസം മുൻപ് നിരന്തരമായ ആയുധ പരീക്ഷണങ്ങളായിരുന്നു. എപ്പോഴും മിസൈൽ പരീക്ഷണം. അത് ഭൂഖണ്ഡാന്തര മിസൈൽ, അത് മറ്റ് വലിയ ദീർഘ ദൂരം കടന്നു ചെല്ലാൻ പറ്റുന്ന മിസൈൽ, ഹ്രസ്വദൂരം കടന്നു ചെല്ലാൻ പറ്റുന്ന മിസൈൽ, മീഡിയം റേഞ്ച് മിസൈൽ, പിന്നെ ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള മിസൈൽ, കടലിൽ നിന്ന് അയക്കാൻ പറ്റിയ മിസൈൽ, കരയിൽ നിന്ന് അയക്കാൻ പറ്റിയ മിസൈൽ, ഇങ്ങനെ മിസൈൽ പരീക്ഷണങ്ങളുടെ ഒരു ചാകര തന്നെയായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ ഇറാൻ നടത്തിയത്. എന്നിട്ടോ ജൂണിൽ ഇസ്രായേൽ 12 ദിവസം നടത്തിയ യുദ്ധത്തിൽ ഒരു മിസൈൽ ഒന്ന് പൊക്കാൻ പോലും ഉള്ള സമയം ഇറാന് കിട്ടിയില്ല. അതിനു മുൻപ് തന്നെ ഇറാൻ്റെ ആയുധ കേന്ദ്രങ്ങളൊക്കെ തരിപ്പണമാക്കി. കാരണം അത്രത്തോളം പ്ലാനിങ്ങിലൂടെ ഒരു യുദ്ധം ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ. കേവലം ആയുധങ്ങളുടെ വലിപ്പം കൊണ്ടോ ആയുധങ്ങളുടെ എണ്ണം കൊണ്ടോ അല്ല ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്. ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് തലച്ചോറ് കൊണ്ടാണ്, ബുദ്ധി കൊണ്ടാണ്, തങ്ങളുടെ സൈനികരുടെ കരുത്തുകൊണ്ടാണ്, കഴിവ് കൊണ്ടാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ യുദ്ധങ്ങളിൽ തോൽക്കാതിരിക്കുന്നത്. ഈ യുദ്ധങ്ങളെല്ലാം ഇസ്രായേൽ ജയിക്കുന്നത് അതുകൊണ്ടാണ്. ഒന്ന്, ബുദ്ധിപരമായ ഇടപെടൽ, ഏറ്റവും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടുള്ള ആക്രമണം. യുദ്ധം കേവലം ആയുധങ്ങളുടെ വലിപ്പം കൊണ്ട് മാത്രമല്ല വിജയിക്കേണ്ടത്, അത് ബുദ്ധിപരമായ നീക്കത്തിലൂടെയാണ് വിജയിക്കേണ്ടതെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ. ആ രാജ്യത്തിനോടാണ് ഇപ്പോൾ കുറച്ച് ഇൻ്റലിജൻസ് രഹസ്യം ചോർന്നു, നിങ്ങളുടെ ആണവ രഹസ്യം ഞങ്ങൾക്ക് കിട്ടി, നാളെ മുതൽ ഞങ്ങൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഈ ഇറാൻ വീമ്പ് പറയുന്നത്. എന്തായാലും ഏത് നിമിഷം വേണമെങ്കിലും ഇറാൻ്റെ മിസൈൽ സൈറ്റുകളിലേക്ക് ഒരു ആക്രമണം വീണ്ടും നടത്താനുള്ള നീക്കം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു. ഇസ്രായേലിലേക്ക് രാസായുധ മിസൈൽ അയക്കുമെന്നുള്ള വലിയ ഭീഷണിയാണ് കഴിഞ്ഞ ദിവസം ആയത്തുള്ള അലി ഖമേനി നടത്തിയത്. എന്തായാലും അതിനൊരു തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇസ്രായേലുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന.